എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ കേരള എഞ്ചിനീയറിംഗ്, ആർക്കിടെക്ചർ, മെഡിക്കൽ അതുപോലെ ഫാർമസി പ്രവേശന പരീക്ഷയായിട്ടുള്ള കീം 2024 പ്രവേശന പരീക്ഷയ്ക്ക് അപേക്ഷ നൽകുന്നതിനുള്ള അവസാന തീയതി ഏപ്രിൽ 17-ാം തീയതിയാണ്. അതായത് ഇനി വിദ്യാർത്ഥികൾക്ക് 6 ദിവസം കൂടി മാത്രമാണ് അപേക്ഷ നൽകാനായിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ഈ ഒരു അപേക്ഷ നൽകാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. കീം 2024 പ്രവേശന പരീക്ഷ വഴി വിദ്യാർത്ഥികൾക്ക് പ്രവേശനം നേടാൻ സാധിക്കുന്ന കോഴ്സുകൾ എന്ന് പറയുന്നത് ഏകദേശം 15ഓളം കോഴ്സുകളാണ്. അത് 15-16ഓളം കോഴ്സുകളാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു അതായത് മെഡിക്കൽ അതുപോലെ മെഡിക്കൽ അനുബന്ധ കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിന് വിദ്യാർത്ഥികൾ നീറ്റ് കൂടി ക്വാളിഫൈ ചെയ്യേണ്ടതുണ്ട്. നീറ്റിൻ്റെ സ്കോർ അടിസ്ഥാനത്തിലാണ് റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നതും അലോട്ട്മെൻറ്റ് നടപടികൾ നടത്തുകയും ചെയ്യുന്നത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് കീം വഴി പ്രവേശനം നേടാൻ സാധിക്കുന്ന കോഴ്സുകൾ എന്ന് പറയുന്നത് എഞ്ചിനീയറിങ്ങും അതുപോലെ തന്നെ ഫാർമസിയുമാണ്. ഈ ഒരു കീം പരീക്ഷ വഴി നിങ്ങൾക്ക് പ്രവേശനം ലഭിക്കുക. അതുപോലെ തന്നെ മറ്റ് കോഴ്സുകളിലേക്ക് പ്രവേശനം നേടാനായിട്ട് ഈ ഒരു അപേക്ഷ നൽകുകയും ചെയ്യേണ്ടതാണ്. അപ്പോൾ അത് നമുക്ക് സ്റ്റെപ്പായിട്ട് ആ ഒരു കാര്യം സ്റ്റെപ്പായിട്ട് പറയാം. അപ്പോൾ ആദ്യം തന്നെ എഞ്ചിനീയറിംഗ് ആണ്. അപ്പോൾ എഞ്ചിനീയറിംഗ് അതുപോലെ തന്നെ ഫാർമസി കോഴ്സിലേക്കുള്ള പ്രവേശനത്തിനുമായിട്ടാണ് ഈ ഒരു കീം പരീക്ഷ നിങ്ങൾ എഴുതേണ്ടത്. അപ്പോൾ ഈ ഒരു കീം പരീക്ഷയിൽ എഞ്ചിനീയറിംഗ് ആണെങ്കിൽ പേപ്പർ 1 അതുപോലെ പേപ്പർ 2 ആണ് ഉണ്ടാവുക. അതായത് പേപ്പർ 1 എന്ന് പറഞ്ഞാൽ ഫിസിക്സും കെമിസ്ട്രിയും, പേപ്പർ 2 എന്ന് പറഞ്ഞാൽ ഈ ഒരു മാത്തമാറ്റിക്സുമാണ് ഉണ്ടാവുക. അതുപോലെ ഫാർമസി കോഴ്സിനാണെങ്കിൽ പേപ്പർ 1 ആയിട്ടുള്ള ഫിസിക്സ്, കെമിസ്ട്രി എന്നിവ മാത്രമാണ് വിദ്യാർത്ഥികൾ എഴുതേണ്ടതായിട്ടുള്ളൂ. അതായത് ഈ ഒരു ഫാർമസിക്കും എഞ്ചിനീയറിങ്ങിനും സെപ്പറേറ്റ് പരീക്ഷയല്ല, ഒരു പരീക്ഷയാണ് ഉണ്ടാവുക. അതായത് നിങ്ങൾ ഫാർമസിയും എഞ്ചിനീയറിംഗ് ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥിയാണെങ്കിൽ, അതായത് ഫാർമസി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു പേപ്പർ 1 ആയിട്ടുള്ള ഫിസിക്സും അതുപോലെ തന്നെ കെമിസ്ട്രി പരീക്ഷയും എഴുതുക. എഞ്ചിനീയറിംഗ് കൂടി ആഗ്രഹിക്കുന്ന ഒരു വിദ്യാർത്ഥി ആണെങ്കിൽ അതിനോടൊപ്പം മാത്സിൻ്റെ പേപ്പർ 2 ആയിട്ടുള്ള ആ ഒരു പരീക്ഷ കൂടി എഴുതുക. ഈ ഒരു പരീക്ഷകളെല്ലാം തന്നെ കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ ഏതെങ്കിലും സ്കൂളുകൾ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് കോളേജുകളിലായിരിക്കും നിങ്ങൾക്ക് എക്സാമിനേഷൻ ഉണ്ടാവുക. ആ ഒരു എക്സാമിനേഷൻ സെൻറ്റേഴ്സിലെ ആ ഒരു കമ്പ്യൂട്ടർ ലാബിലായിരിക്കും നിങ്ങൾക്ക് ഈ ഒരു എക്സാം നടക്കുക. കാരണം ഈ വർഷം മുതൽ കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ടാണ് എക്സാമിനേഷൻ ഉണ്ടാവുക. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ഓപ്ഷൻ, അതായത് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അതായത് ഒരു ക്വസ്റ്റ്യന് 5 അല്ലെങ്കിൽ 4 ആൻസേഴ്സ് ഉണ്ടാകും. അതിൽ കറക്റ്റായിട്ടുള്ള ആൻസേഴ്സ് നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടി വരികയാണ് ചെയ്യുക. ആ ഒരു സമയം വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് ഈ ഒരു മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് തന്നെ റേഡിയോ ബട്ടൺ ആയിരിക്കും ഓരോ ആൻസേഴ്സിൻ്റെയും നേരെ ഉണ്ടാവുക. അപ്പോൾ അത് ഒന്ന് നിങ്ങൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് അത് വീണ്ടും ചേഞ്ച് ചെയ്ത് കൊടുക്കുന്നതിന് സാധിക്കുന്നതല്ല. അതായത് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ABCD എന്ന് പറഞ്ഞുകൊണ്ട് അതുപോലെ E എന്ന് പറഞ്ഞുകൊണ്ട് ആൻസർ ഉണ്ട് എന്ന് കരുതുക. അപ്പോൾ ഇതിന് താഴെയായിട്ട് കറക്റ്റായിട്ട് റേഡിയോ ബട്ടൺസും, അതായത് ഇതിന് നേരെയായിട്ടായിരിക്കും ഉണ്ടാവുക, റേഡിയോ ബട്ടൺസും ഉണ്ടെന്ന് കരുതുക. അതിൽ നിങ്ങൾ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ഇത് തെറ്റാണെന്ന് അറിഞ്ഞാലും പിന്നീട് അത് മാറ്റാൻ സാധിക്കില്ല. അതുപോലെ തന്നെ ഈ ഒരു പരീക്ഷയിൽ നെഗറ്റീവ് മാർക്ക് ഉണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുകൊണ്ട് തന്നെ നിങ്ങൾ കറക്കി കുത്താതെ ജസ്റ്റ് നിങ്ങൾക്ക് അറിയാവുന്ന ആൻസേഴ്സ് ആദ്യം കറക്റ്റായിട്ട്, അതായത് പെട്ടെന്ന് തന്നെ, അതായത് ആദ്യം തന്നെ ആൻസർ കറക്റ്റാണ്, അതുപോലെ നിങ്ങൾ സെലക്ട് ചെയ്യുന്ന ആ ഒരു ആൻസറും കറക്റ്റാണ് എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം നിങ്ങൾ ചിലപ്പോൾ ഈ ഒരു ആൻസർ കറക്റ്റാണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാം, പക്ഷെങ്കിൽ നിങ്ങൾ ക്വസ്റ്റ്യൻ നമ്പറോ അല്ലെങ്കിൽ സെലക്ട് ചെയ്യുന്ന ഓപ്ഷനോ മാറിപ്പോവുകയാണെങ്കിൽ അത് നെഗറ്റീവ് മാർക്ക് വരുത്താനായിട്ട് ഇടയാക്കും. അതുകൊണ്ട് തന്നെ പ്രത്യേകം ശ്രദ്ധയോടെ മാത്രം ഈ ഒരു എക്സാം അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ ഫാർമസി മാത്രമാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ പേപ്പർ 1 ആയിട്ടുള്ള ഫിസിക്സും കെമിസ്ട്രിയും മാത്രമേ എഴുതേണ്ടതുള്ളൂ. അതുപോലെ തന്നെ നിങ്ങൾക്ക് അടുത്ത കോഴ്സ് എന്ന് പറയുന്നത് ഈ ഒരു കീം പ്രവേശന പരീക്ഷ എഴുതാതെ അഡ്മിഷൻ നേടാൻ സാധിക്കുന്ന കോഴ്സുകളാണ്. പക്ഷേ രജിസ്ട്രേഷൻ ചെയ്തിരിക്കണം. ആർക്കിടെക്ചർ കോഴ്സാണ്, അതായത് BR കോഴ്സാണ്. അതായത് നിങ്ങൾക്ക് പ്ലാനിങ് അതുപോലുള്ള കാര്യങ്ങളൊക്കെ വരക്കാൻ പറ്റുന്ന ഒരു കോഴ്സാണ്. അതായത് ആ ഒരു ജോബായിരിക്കും ആർക്കിടെക്ചർ ഉണ്ടാവുക, അതായത് ഡിസൈനിങ് ജോബുകളായിരിക്കും. അപ്പോൾ ഈ ഒരു BR കോഴ്സിൻ നാറ്റ എക്സാമിനേഷൻ, അതായത് നാഷണൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഇൻ ആർക്കിടെക്ചർ എന്നുള്ളത് ആ ഒരു എക്സാമിനേഷൻ, നാറ്റ നടത്തുന്ന എക്സാമിനേഷനിൽ ക്വാളിഫൈ ചെയ്യുന്ന വിദ്യാർത്ഥികൾ നിശ്ചിത സമയത്ത് നിങ്ങളുടെ +2 മാർക്കും അതുപോലെ നിങ്ങൾക്ക് ഈ ഒരു നാറ്റ എക്സാം വഴി ലഭിക്കുന്ന മാർക്കും കീമിൻ്റെ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്ത് നൽകേണ്ടതുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് BDS അതുപോലെ MBBS, ആയുർവേദ, ഹോമിയോ, സിദ്ധ, യുനാനി എന്നിങ്ങനെയുള്ള മെഡിക്കൽ കോഴ്സുകളോ അല്ലെങ്കിൽ മെഡിക്കൽ അനുബന്ധ കോഴ്സുകളായിട്ടുള്ള അഗ്രികൾച്ചർ, അത് BSc അഗ്രികൾച്ചർ, ഫോറസ്ട്രി, വെറ്റിനറി, ഫിഷറീസ്, അതുപോലെ തന്നെ
കോർപ്പറേഷൻ ആൻഡ് ബാങ്കിങ്, ക്ലൈമറ്റ് ചേഞ്ച് ആൻഡ് എൻവയോൺമെൻറ്റ് സയൻസ്, അതുപോലെ ബിടെക് ബയോടെക്നോളജി എന്നിങ്ങനെയുള്ള കോഴ്സുകളിലേക്ക് നിങ്ങൾക്ക് പ്രവേശനം നേടണം എന്നുണ്ടെങ്കിലും നിങ്ങൾ നീറ്റ് എക്സാമിനേഷൻ ക്വാളിഫൈ ചെയ്യേണ്ടതാണ്. മെഡിക്കൽ അനുബന്ധ, അതായത് മെഡിക്കൽ അലൈഡ് കോഴ്സസ് ആയിട്ടുള്ള നേരത്തെ പറഞ്ഞതുപോലെ അഗ്രികൾച്ചർ, ഫോറസ്ട്രി, അതുപോലെ വെറ്റിനറി ഇതുപോലുള്ള കോഴ്സുകളിലേക്ക് പ്രവേശനം നേടാനായിട്ട് നീറ്റിൽ ഏകദേശം 20 മാർക്ക് മിനിമം മാർക്ക് വാങ്ങിച്ചാൽ മതി. കൂടുതൽ മാർക്ക് വാങ്ങിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ അഡ്മിഷനുള്ള സാധ്യത കൂടും. അതുകൊണ്ട് തന്നെ നിങ്ങളെക്കൊണ്ട് മാക്സിമം പറ്റുന്ന സ്കോർ നിങ്ങൾ ഈ ഒരു നീറ്റ് പരീക്ഷയിൽ വാങ്ങിക്കാനായിട്ട് ശ്രമിക്കുക. അതായത് നിങ്ങൾക്ക് ഇപ്പോൾ മിലിറ്ററി നഴ്സിംഗ് സർവീസസിലൊക്കെയാണ് അഡ്മിഷൻ നേടാൻ താല്പര്യപ്പെടുന്നതെങ്കിൽ നിങ്ങൾ എത്രത്തോളം മാക്സിമം സ്കോർ നേടാൻ സാധിക്കുമോ ആ ഒരു സ്കോർ വാങ്ങിക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ ഈ വർഷം BSc നഴ്സിംഗിന് നീറ്റിൻ്റെ ആവശ്യമില്ല. അത് ഈ വർഷം +2ൻ്റെ മാർക്ക് അടിസ്ഥാനത്തിലാണ് അഡ്മിഷൻ നൽകപ്പെടുക. അതേസമയം കേരളത്തിന് പുറത്ത് നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കണം എന്നുണ്ടെങ്കിൽ നീറ്റ് ക്വാളിഫൈ ചെയ്യണം. അതായത് ആന്ധ്രാപ്രദേശ്, തെലുങ്കാന എന്നിവിടങ്ങളിലൊക്കെ നിങ്ങൾക്ക് അഡ്മിഷൻ നേടണമെന്നുണ്ടെങ്കിൽ നീറ്റ് ക്വാളിഫൈ ചെയ്തിരിക്കണം. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ഏപ്രിൽ 17-ാം തീയതി വരെയാണ് ഈ ഒരു കീമിൻ്റെ അപേക്ഷ നൽകാൻ സാധിക്കുക. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്ക് എഞ്ചിനീയറിംഗ്, ആർക്കിടെക്ചർ, അതുപോലെ MBBS, BDS, ആയുർവേദ, ഹോമിയോ, സിദ്ധ, യുനാനി, അഗ്രികൾച്ചർ, ഫോറസ്ട്രി, വെറ്റിനറി, ഫിഷറീസ്, അതുപോലെ ഫാർമസി, കോർപ്പറേഷൻ ആൻഡ് ബാങ്കിങ്, ക്ലൈമറ്റ് ചേഞ്ച് ആൻഡ് എൻവയോൺമെൻറ്റ് സയൻസ്, ബിടെക് ബയോടെക്നോളജി എന്നിങ്ങനെയുള്ള കോഴ്സുകളിലേക്ക് കേരളത്തിൽ പ്രവേശനം ലഭിക്കണമെന്നുണ്ടെങ്കിൽ കീം 2024 പ്രവേശന പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്യുകയും എഞ്ചിനീയറിംഗ്, ഫാർമസി കോഴ്സുകൾ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ ആ ഒരു പരീക്ഷയിലെ പേപ്പർ 1, പേപ്പർ 2 എന്നിവ ഫാർമസിക്ക് ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളും അതുപോലെ എഞ്ചിനീയറിംഗ് ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ ഈ ഒരു ഫിസിക്സ്, കെമിസ്ട്രി അതിനോടൊപ്പം തന്നെ ആ ഒരു മാത്തമാറ്റിക്സ് കൂടി എഴുതാനായിട്ട് ശ്രമിക്കേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ഏപ്രിൽ 17-ാം തീയതി വരെയാണ് ഈ ഒരു അപേക്ഷ നൽകാൻ സാധിക്കുക. നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഡോക്യുമെൻറ്റുകളൊക്കെ കറക്റ്റാണ്, തെറ്റുകളൊന്നും ഇല്ല. അതുപോലെ നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റും അതുപോലെ റിസർവേഷൻ സർട്ടിഫിക്കറ്റുകളും കേരളത്തിലെ വിദ്യാഭ്യാസ ആവശ്യത്തിന്, അതായത് സ്റ്റേറ്റ് പേർപ്പസ് ആൻഡ് എഡ്യൂക്കേഷൻ പേർപ്പസ് ആണ് എന്നുള്ള കാര്യം, ആ ഒരു സർട്ടിഫിക്കറ്റ് എഡ്യൂക്കേഷൻ പേർപ്പസും സ്റ്റേറ്റ് പേർപ്പസും ആണെന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. സെൻട്രൽ പേർപ്പസോ ജോബ് പേർപ്പസോ ആയിട്ടുള്ള ഡോക്യുമെൻറ്റുകൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് അത് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാനായിട്ട്, അതായത് പിന്നീട് ആപ്ലിക്കേഷനൊക്കെ ആ ഒരു ക്ലോസ് ചെയ്യുന്ന സമയത്ത് പിന്നീട് എഡിറ്റ് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഡോക്യുമെൻറ്റുകളൊക്കെ കറക്റ്റാണ് എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ എഞ്ചിനീയറിംഗ്, ആർക്കിടെക്ചർ, അതുപോലെ മെഡിക്കൽ ആൻഡ് മെഡിക്കൽ അനുബന്ധ കോഴ്സുകൾ, ഫാർമസി കോഴ്സുകൾ എന്നിങ്ങനെ 4 ഓപ്ഷനുകളാണ് ഉണ്ടാവുക. അപ്പോൾ ഏതൊക്കെ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആഗ്രഹിക്കുന്നു ആ ഒരു കോഴ്സുകളൊക്കെ അപേക്ഷ നൽകുന്ന സമയത്ത് തന്നെ സെലക്ട് ചെയ്യേണ്ടതാണ്. പിന്നീട് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടായിരിക്കുന്നതല്ല. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.